Next part, conversion of galvanometer to ammeter. Ammeter and galvanometer and the current in the presence alakanala. Ammeter and the current in the magnitude alakanala. And then a galvanometer and ammeter try to convert him. രണ്ടാമത്തെ പാർട്ട് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു വോൾട്ട്മീറ്റർ. ഗാൽവനോമീറ്റർ കറണ്ടിന്റെ പ്രസൻസ് ആണെങ്കിലും വോൾട്ട്മീറ്റർ വോൾട്ടേജ് അളക്കാനുള്ള. സോ എങ്ങനെയാണ് ഇത് രണ്ടും നോക്കാം. സോ ഈ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു അമ്മീറ്റർ ബൈ കണക്റ്റിംഗ് small resistance by connecting small resistance. അതിനൊരു പേര് പറയും, ഷണ്ട് എന്ന് പറയും. ബൈ കണക്റ്റിംഗ് സ്മോൾ റെസിസ്റ്റൻസ് ഷണ്ട് ഇൻ പാരലൽ വിത്ത് ഗാൽവനോമീറ്റർ. എന്താ പറഞ്ഞത്? എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു അമ്മീറ്റർ ബൈ കണക്റ്റിംഗ് ഷണ്ട് ഇൻ പാരലൽ. ഷണ്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ റെസിസ്റ്റൻസ് ആണ്. ഇൻ പാരലൽ വിത്ത് ഗാൽവനോമീറ്റർ. ഞാനൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. ആ ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. എസ് എന്ന് പറയുന്ന ചെറിയ റെസിസ്റ്റൻസ്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഐ ആണ്. ഇവിടെ ഞാൻ ഈ ഒരു സർക്യൂട്ടിലൂടെ ഐ കറണ്ട് പാസ് ചെയ്തു. പക്ഷേ ഐ ജി കറണ്ട് മതി ആ ഗാൽവനോമീറ്ററിൽ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കാൻ. ബാക്കി ഐ ജി കറണ്ട് ഉണ്ടായാൽ തന്നെ ഗാൽവനോമീറ്ററിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ കാണിക്കും. ബാക്കിയുള്ള കറണ്ട് ഐ മൊത്തം വന്നു, ഐ ജി അങ്ങോട്ട് പോയാൽ ബാക്കിയുള്ളത് എന്താണ്? ഐ മൈനസ് ഐ ജി കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ഷണ്ട്. ഐ മൈനസ് ഐ ജി കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ഷണ്ട്. അപ്പോൾ ഗാൽവനോമീറ്ററിലുള്ള റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ ജി, ഷണ്ടിൻ്റെ റെസിസ്റ്റൻസ് എസ്, ദെൻ ഗാൽവനോമീറ്ററിൽ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ജി, മൊത്തം കറണ്ട് ഐ ആണ്. സോ ഐ മൈനസ് ഐ ജി ഈസ് പാസിംഗ് ത്രൂ ഷണ്ട്. അപ്പോൾ ഈ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു അമ്മീറ്റർ ബൈ കണക്റ്റിംഗ് ഷണ്ട് പാരലൽ ടു ദ ഗാൽവനോമീറ്റർ. ഇൻ പാരലൽ കണക്ഷൻ നിങ്ങൾ പഠിച്ചതാ. എന്താ പാരലൽ കണക്ഷന്റെ പ്രത്യേകത? ഇൻ പാരലൽ കണക്ഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് shunt, potential difference across shunt is equal to potential difference across galvanometer. Potential difference across shunt is equal to potential difference across galvanometer. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ്? എന്താണ്? ഓംസ് ലോ അനുസരിച്ച് വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. സോ ഷണ്ടിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താ വരിക? അതിലുള്ള കറണ്ട് ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഗാൽവനോമീറ്ററിന് അക്രോസ് ആയിട്ടുള്ളതോ ഐ ജി ഇൻറ്റു ജി. ദെൻ അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. എന്താ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അപ്പോൾ എന്താ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അപ്പോൾ എന്താ പറഞ്ഞത്? Galvanometer can be converted into ammeter by connecting small resistance അല്ലെങ്കിൽ shunt resistance parallel to the galvanometer. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ പറഞ്ഞത്. എന്താ ഷണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. എക്സാമിന് ചോദിക്കും. ഫോർ ഐഡിയൽ ammeter resistance must be 0. For ideal ammeter resistance must be equal to 0. For ideal ammeter resistance must be equal to 0. അപ്പോൾ എവിടുന്നാ നമ്മൾ തുടങ്ങിയേ? A galvanometer can be converted into ammeter by connecting shunt resistance parallel to the galvanometer. For in parallel connection
Potential difference across shunt is equal to potential difference across galvanometer. I minus Ig into S is equal to Igg. S is equal to Igg divided by I minus Ig. For ideal ammeter, resistance must be equal to 0. For ideal ammeter, resistance must be equal to 0. അടുത്തത് പറയുന്നത് conversion of galvanometer to voltmeter ആണ്. A galvanometer can be converted into voltmeter by connecting high resistance in series with galvanometer. എന്താ പറഞ്ഞത്? A galvanometer can be converted into voltmeter by connecting high resistance in series with galvanometer. അതായത് ഒരു ഗാൽവനോമീറ്റർ നമ്മൾ കണക്ട് ചെയ്തു, ആ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഇതിലൂടെ പാസ് ചെയ്യുന്നത് ഐ ആണ്. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ ജി ആണെങ്കിൽ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആർ ഡാഷ് കൊടുക്കുക. സീരീസ് ആയിട്ടായതുകൊണ്ട് ആർ പ്ലസ് ജി എന്ന് കൊടുക്കുക. ആർ പ്ലസ് ജി ബൈ ഓംസ് ലോ എന്താ? ബൈ ഓംസ് ലോ വി ഈസ് ഈക്വൽ ടു ഐ ആർ. സോ ഇവിടെ ഐ ആർ ഡാഷ് കൊടുക്കുക. സോ വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ ഡാഷ് is equal to r plus g. r ഡാഷിന് പകരം r plus g കൊടുത്തു. സോ r എന്ത് കിട്ടും? r is equal to ഹൈ റെസിസ്റ്റൻസിന്റെ വാല്യൂ r is equal to v by i minus g. ഹൈ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? r is equal to v by i minus g. A galvanometer can be converted into voltmeter by connecting high resistance in series with galvanometer. Then resultant resistance R dash is equal to R plus G. By Ohm's law, V is equal to IR dash. V by I is equal to R dash is equal to R plus G. R is equal to V by I minus G. For ideal voltmeter, resistance must be infinity. For ideal voltmeter, resistance must be infinity. അപ്പോൾ a galvanometer can be converted into voltmeter by connecting high resistance in series with galvanometer. High resistance കാണാനുള്ള ഇക്വേഷൻ ആണ് R is equal to V by I minus G. For ideal voltmeter, resistance must be infinity. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കും. എങ്ങനെയാണ് കൺവേർഷൻ എന്ന് ഓർത്ത് വെക്കണം. ഒന്ന് സീരീസിൽ ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാണ് വോൾട്ടിമീറ്റർ ആയി കൺവേർട്ട് ചെയ്യാൻ. അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സ്മോൾ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു, സംശയമില്ല എന്ന് വിചാരിക്കും. നെക്സ്റ്റ് പാർട്ട് പറയാം. നെക്സ്റ്റ് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുക. ഇവിടെ ഞാൻ ആർ ഡിസ്റ്റൻസ് അപ്പുറത്ത് ആണ് ഒരു ഇലക്ട്രോൺ എടുത്തെങ്കിൽ, സോ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്. ആർ ഡിസ്റ്റൻസ് അപ്പുറത്താണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഐ എ. ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഐ എ. ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്. ഐ ഇസ് ഈക്വൽ ടു നിങ്ങൾ പഠിച്ചതാണ് Q ഡിവൈഡഡ് ബൈ ടി. ഇവിടെ ഏതാ ചാർജ്? ഇലക്ട്രോൺ ആണ് ചാർജ് എന്ന് പറയുന്നത്. സോ ഇ ഡിവൈഡഡ് ബൈ ടൈം പീരിയഡ് കാണാനുള്ള ഇക്വേഷൻ 2π ഒമേഗയാണ്. തിരിച്ച് മേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π. സോ ഐ ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ ടി. ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. സോ ഇ ഡിവൈഡഡ് ബൈ 2π ഒമേഗ. ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ R
റേഡിയസ് ആയതുകൊണ്ട് സർക്കിൾ ആയതുകൊണ്ട് പൈ ആർ സ്ക്വയർ. സോ എ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ദെൻ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ത് കിട്ടും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഐ എ. സോ എം ഇസ് ഈക്വൽ ടു ഐ എന്താണ്? ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു പൈ ആർ സ്ക്വയർ. സോ പൈ ക്യാൻസൽ ചെയ്താൽ ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഇ ഒമേഗ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇ ഒമേഗ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളൂ. ബൈ ബോർ ആറ്റം മോഡൽ angular momentum of revolving electron in a particular orbit is integral multiple of h by 2π. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതാ. Then angular momentum of revolving electron in a particular orbit is integral multiple of h by 2π. ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ലീനിയർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എം വി ആണ്. സോ എം വി ആർ ഇസ് ഈക്വൽ ടു ദെൻ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. സോ എം ഇൻറ്റു ആർ ഒമേഗ ഇൻറ്റു ആർ. ഈ വിക്ക് പകരമാണ് ആർ ഒമേഗ കൊടുത്ത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു ഇനി ഇത് കൊടുക്കുക എൻ എച്ച് ഡിവൈഡഡ് ബൈ 2π. എം ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π. ആദ്യം ആംഗുലാർ മൊമെന്റം ഓഫ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ലീനിയർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ആണ് എം വി ഇൻറ്റു ആർ. വിക്ക് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി കൊടുത്ത് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. സോ എം ഇൻറ്റു ആർ ഒമേഗ ഇൻറ്റു ആർ. എം ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π. ഈ ആർ സ്ക്വയർ ഒമേഗ മാത്രം അവിടെ നിർത്തി. ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2πm. ആർ സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2πm. അപ്പൊ ഇവിടുത്തെ ആർ സ്ക്വയർ ഒമേഗക്ക് എൻ എച്ച് ബൈ 2πm കൊടുത്താൽ ഇതിനൊന്നും കൂടി റൈറ്റ് ചെയ്താൽ ഇ ബൈ 2 ഇൻറ്റു ഒമേഗ ആർ സ്ക്വയർ എന്ന് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ ബൈ 2 ഇൻറ്റു ഒമേഗ ആർ സ്ക്വയർ. അതായത് ആർ സ്ക്വയർ ഒമേഗ എന്ന് പറയുന്നത് എൻ എച്ച് ഡിവൈഡഡ് ബൈ 2πm. എൻ എച്ച് ഡിവൈഡഡ് ബൈ 2πm ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 4π. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എം ഇസ് ഈക്വൽ ടു ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 4πm. ഒന്നും കൂടി പറയാം. ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഇ എൻ എച്ച് ഡിവൈഡഡ് ബൈ 2π. സിമ്പിൾ ആയ ഡെറിവേഷൻ ആണ്. എവിടുന്നാ നമ്മൾ തുടങ്ങിയ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു ഐ എ. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇ ഡിവൈഡഡ് ബൈ 2π ബൈ ഒമേഗ. ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π. ഏരിയ എ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ ഒമേഗ ഡിവൈഡഡ് ബൈ 2π into pi r square. So capital letter M is equal to E omega r square divided by 2. ഇവിടെ E by 2 into omega r square split ചെയ്ത് എഴുതി. ഇവിടെ നിന്ന് r square omega nh by 2πm കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So capital letter M is equal to E nh divided by 4πm. അടുത്തത് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. ബോർ മാഗ്നറ്റോൺ. ബോർ മാഗ്നട്രോൺ. എന്താ ബോർ മാഗ്നട്രോൺ എന്ന് പറയുന്നത്? ബോർ മാഗ്നട്രോൺ ഈസ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ in the first orbit. Revolving electron in the first orbit. എന്താ പറഞ്ഞത്? ബോർ മാഗ്നട്രോൺ ഈസ് ദ magnetic dipole moment of revolving electron in the first orbit.
ദെൻ അപ്പോൾ ഇവിടെ ഈ എന്നിന് 1 കൊടുത്താൽ മതി. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു EH ഡിവൈഡഡ് ബൈ 4πm. EH ഡിവൈഡഡ് ബൈ 4πm. അപ്പോൾ എന്താ ബോർ മാഗ്നറ്റോൺ? ബോർ മാഗ്നറ്റോൺ ഈസ് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ്. കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ലെറ്റർ എം ഇസ് ഈക്വൽ ടു EH ഡിവൈഡഡ് ബൈ 4πm. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ ഒത്തിരി മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നന്നായിട്ട് പഠിക്കാം. ഓക്കെ.